കാവ്യ ചേച്ചിയുടെ കല്യാണം നടത്തിക്കോ. ഈ കാശ് നിനക്ക് എവിടുന്നാ കിട്ടിയത് ഉണ്ണി? അച്ഛൻ തന്നതിൽ ചേർത്ത് വെച്ച പോക്കറ്റ് മണിയാ അമ്മേ. കുറച്ച് കാശ് അനിയത്തിമാർക്ക് ചെലവാക്കിയിട്ട് ബാക്കി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ചേച്ചിയുടെ കല്യാണക്കാരി ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ. അച്ഛൻ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ കാശ് മുഴുവൻ അച്ഛൻ തന്നെ എടുത്തോ. നിനക്ക് എത്ര വലിയ മനസ്സാണ് ഉണ്ണി. നീ കൂട്ടിവെച്ച കാശ് നിന്റെ ചേച്ചിക്ക് വേണ്ടി കൊടുക്കുവാണോ? കാവ്യ ചേച്ചി എനിക്കും ചേച്ചിയാണല്ലോ അച്ഛാ. എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെലവാക്കാൻ പോണില്ല. പക്ഷെ എന്റെ അനിയത്തിമാർക്കും ചേച്ചിക്കും വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കും. കുടുംബത്തിലെല്ലാവരും നിന്നെ പോലെ ഉത്തരവാദിത്തം കാണിച്ചാൽ എത്ര നന്നായിരുന്നു. നിന്നെ പോലെ നല്ലൊരു സഹോദരനെ കിട്ടിയതില് ചേച്ചി ഒരുപാട് ഭാഗ്യം ചെയ്തവളാ. ഈ കാശ് മോന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വാങ്ങിക്കോ അച്ഛാ, ചേച്ചിയുടെ കല്യാണം നടത്തണ്ടേ? അങ്ങനെ അല്ല ഉണ്ണി. ഉണ്ണി, ഈ കാശിന് നീ തന്നെ ഒരു നല്ല ഗിഫ്റ്റ് വാങ്ങി ചേച്ചിയുടെ കല്യാണത്തിന് കൊടുക്ക്. മനസ്സിലായോ? അപ്പൊ കല്യാണ ചെലവിന് എന്ത് ചെയ്യും അമ്മേ? കല്യാണത്തിന്റെ ചെലവിന് ഞാനും നിന്റെ അച്ഛനും കൂടി സമ്പാദിക്കും. കേട്ടോ ഉണ്ണി? ഓക്കെ അമ്മേ. കല്യാണം ആകുന്നത് വരെ ഞാൻ ഈ കാശ് ചെലവാക്കില്ല. തന്റെ വളർത്തു ഗുണം കൊണ്ട് കിട്ടിയതാ. ഉണ്ണിയെ താൻ വളരെ നന്നായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. അനുവും കീർത്തിയും ഉണ്ണിയെ ഫോളോ ചെയ്താൽ മാത്രം മതി. അവർക്കറിയാം ഏട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഉണ്ണിയെ കണ്ട് അവർ നല്ലവരായിട്ട് വളർന്നു വരും. ഏട്ടനും എനിക്ക് നല്ല പേര് അവർ വാങ്ങിത്തരും. കാവ്യയുടെ കല്യാണത്തെ പറ്റി ഉണ്ണിക്ക് അറിയുന്നത് പോലെ വീട്ടിൽ വേറെ ആർക്കും അറിയില്ല. ഇനി ഒരുപക്ഷെ അറിഞ്ഞാലും ആരും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ആ കഷ്ടം നമുക്ക് തന്നെ ഏറ്റെടുക്കാം. എത്രയും പെട്ടെന്ന് അതിനുള്ള പണം സമ്പാദിച്ച് രാജേഷിന്റെ അച്ഛനോട് സംസാരിച്ച് വേഗം തന്നെ കല്യാണം നടത്താൻ നോക്കാം. അങ്ങനെ തന്നെ ചെയ്യോ ഏട്ടാ. നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുന്ന ഈശ്വരൻ നമുക്കൊരു നല്ല വഴി കാണിച്ചു തരും. അയ്യോ അമ്മേ, അമ്മ അമ്മ. വസുവിന്റെ കൈപുണ്യം കൊണ്ട് വെള്ളച്ചാട്ടം നിലച്ചു. ഉണ്ടായിരുന്ന വയറുവേദനയും പോയി. ആന്റി, ആന്റി ഇപ്പൊ എങ്ങോട്ടേക്കാ പോകുന്നേ? ജോലി ചെയ്യാനാണോ? അതിനുള്ള ആരോഗ്യം ഇപ്പൊ ഉണ്ടെന്ന് ആരാടി പറഞ്ഞേ? ബോറടിക്കുന്നടി, കുറച്ചു നേരം പോയിട്ട് TV കാണട്ടെ. ശരി ആന്റി, എനിക്ക് നല്ല ബോറടിക്കുന്നുണ്ട്. നമുക്ക് പോയി TV കാണാം. വീട്ടിലെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ശരീര സുഖമില്ല, TV കാണാൻ കുഴപ്പമില്ലല്ലേ? ജോലി ചെയ്യുന്ന ബുദ്ധിമുട്ടല്ലേടാ, TV കാണാൻ എന്ത് എളുപ്പാ. ഞങ്ങളുടെ വയറുവേദന ഇതുവരെ മുഴുവൻ കുറഞ്ഞിട്ടില്ല ഏട്ടാ. TV കാണുമ്പോ വേദന അറിയില്ല.
വാ ആന്റി. ശരി ശരി വാ. ഡാഗിൽ ടി വി ഒന്ന് ഓൺ ചെയ്തേ, ഇവർക്ക് ടി വി കാണണമെന്ന്. ശരി ഏട്ടാ. അഖിൽ ഫാഷൻ ചാനലിട്. പഴയ പാട്ടിടടാ. ഓവറായിട്ട് സംസാരിക്കല്ലേ. നിങ്ങൾ വേറെ ഏത് ചാനൽ കണ്ടാലും ഇവിടെ ഉള്ളവർക്ക് സംശയം ഉണ്ടാവും. തൽക്കാലം ന്യൂസ് കാണാം. ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ബ്രേക്കിംഗ് ന്യൂസ്. അല്പസമയത്തിനുള്ളിൽ കേരള ലോട്ടറി റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. ലോട്ടറി വാങ്ങിയവരെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. $20 ലക്ഷം ലഭിക്കാൻ പോകുന്ന ഭാഗ്യശാലി ആരാണെന്ന് അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും. കേരള ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞാ അബി, നീ ഒരു ടിക്കറ്റ് എടുത്തിരുന്നില്ലേ? ഏതൊരു കൊച്ചുകുട്ടി ഒരു 10 രൂപയുടെ ലോട്ടറി വാങ്ങണമെന്ന് പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചു. അങ്ങനെ വാങ്ങിയതാ. നീ ലോട്ടറി ടിക്കറ്റ് വാങ്ങിയോ? നിനക്ക് 20 ലക്ഷം രൂപ അടിക്കുന്നാണോ? അതുകൊണ്ടല്ലേ ഞാനതെടുത്ത് കളഞ്ഞത്. ശനി നമ്മുടെ തലയിൽ കയറിയിരിക്കുമ്പോ നമുക്ക് ഒരു ലോട്ടറി അടിക്കാൻ പോകുന്നില്ല. നിന്റെ വായിൽ നല്ല വാക്കുകളൊന്നും വരില്ലേ സുമംഗലേ? എന്ത് പറയാനേട്ടാ, സത്യം പറഞ്ഞ ആർക്കായാലും ഇത്തിരി കഴിക്കും. ലക്കി ഡ്രോയിൽ ലോട്ടറി റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ലോട്ടറി ടിക്കറ്റ് നമ്പർ 3256. ഏട്ടാ, അത് ഏട്ടൻ വാങ്ങിയ ടിക്കറ്റ് നമ്പറാ. സത്യമാണോ വസു? എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചേച്ചി, അത് ഈ നമ്പറാ. വിന്നറായ ലോട്ടറി നമ്പർ കേട്ടല്ലോ. 20 ലക്ഷം ലഭിച്ച ആ ഭാഗ്യശാലി ഉടനെ കൊച്ചിയിലേക്ക് വന്ന് ടിക്കറ്റ് കാണിച്ച് ക്യാഷ് കളക്ട് ചെയ്യാവുന്നതാണ്. കൺഗ്രാറ്റുലേഷൻസ് ലക്കി ഡ്രോ ലോട്ടറി വിന്നർ. അഭി, ആ ടിക്കറ്റ് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടോ? ഇല്ല അച്ഛാ, അത് ഞാൻ എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ടിക്കറ്റ് വസു സൂക്ഷിച്ചു വെക്കണമെന്ന് വിചാരിച്ചതാണ് അച്ഛാ. ഇളയമ്മ അതെടുത്ത് കളഞ്ഞത്. എന്തിനാ എടുത്തി അങ്ങനെയൊക്കെ ചെയ്തേ? ഇപ്പൊ ആ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 20 ലക്ഷം കിട്ടുമായിരുന്നില്ലേ? നമ്മുടെ കഷ്ടപ്പാട് കുറച്ചെങ്കിലും മാറി കിട്ടുമായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്കറിയായിരുന്നു ഏട്ടത്തി. ദാരിദ്ര്യം നമ്മളെ കൂടെ പറപ്പായതുകൊണ്ട് ടിക്കറ്റ് ഞാൻ കളഞ്ഞു. അയ്യോ, ഒരു ദരിദ്രവാസി. ഇപ്പൊ നിങ്ങളാ ഞങ്ങളുടെ ഏറ്റവും വലിയ ശനിയായിട്ട് പിന്തുടരുന്നത്. ആന്റിക്കൊരു അല്പം പോലും വിവരമില്ല. വളരെ ശ്രദ്ധയോടെ 20 ലക്ഷം കൊണ്ട് വെള്ളത്തിൽ കളഞ്ഞു. ഇവരാദ്യം വീട്ടിൽ നിറക്കി വിട്ടാൽ തന്നെ നമുക്ക് പകുതി സമാധാനം കിട്ടും. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നിക്കട്ടെ, നിക്ക്. ഇളയമ എന്തിനാ വഴക്ക് പറയുന്നത്? ആ ലോട്ടറി ടിക്കറ്റില് എനിക്ക് പോലും വിശ്വാസമില്ലായിരുന്നു. ഈ കാര്യത്തിൽ ഇളയമയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നമുക്കാണ് ഭാഗ്യമില്ലാത്തത്, അത്രേ ഉള്ളൂ. ശരി, അത് വിട്ടേക്ക്. നമുക്ക് പക്ഷെ ഭാഗ്യമുണ്ടച്ചാ. ലോട്ടറി ടിക്കറ്റ് എവിടെയും കളഞ്ഞു പോയിട്ടില്ല. അന്ന് അമ്മൂമ്മ എറിഞ്ഞു കളഞ്ഞെങ്കിലും ഞാൻ പിന്നീട് അത് പോയി എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ദേ അച്ഛാ,
ഉണ്ണി ഉണ്ണി താങ്ക് യു ശരിക്കും നീ സോ മച്ച് ഉണ്ണി താങ്ക് യു ഉണ്ണി താങ്ക് യു സോ മച്ച് ഉണ്ണി. നോക്കി നോക്കി അവൻ താഴെ വീഴും. ഉണ്ണി ഉണ്ണി സൂക്ഷിച്ച്. ആ ടിക്കറ്റ് എടുത്ത് ഞാൻ കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാരും എന്നെ എടുത്ത് ഊഞ്ഞാലാട്ടിയേനെ. എനിക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് മുഴുവൻ ആ ഉണ്ണിച്ചെറുക്കന് കിട്ടി. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഉണ്ണി. നീ കാരണം ഓരോ തവണയും നമ്മുടെ കുടുംബത്തിന് നല്ലത് മാത്രമേ നടക്കുന്നുള്ളൂ ഉണ്ണി. നിന്നെ എങ്ങനെ പ്രശംസിക്കണമെന്ന് എനിക്കറിയില്ല. ഈശ്വരൻ തന്നെയാ നിന്റെ കൈകൊണ്ട് ആ ലോട്ടറി ടിക്കറ്റ് സൂക്ഷിച്ചെടുത്ത് വെയിപ്പിച്ചതുണ്ണി. നീ എന്ത് വലിയ കാര്യ ചെയ്തേന്ന് നിനക്ക് തന്നെ അറിയില്ല. ഒരു കാരണവും ഇല്ലാതെ എന്റെ അച്ഛനൊന്നും ചെയ്യാൻ പോവില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് മുത്തശ്ശി. അച്ഛൻ ആ ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മുത്തശ്ശി. അതുകൊണ്ടാ അമ്മൂമ്മ അത് വലിച്ചെറിഞ്ഞെങ്കിലും ഞാനത് പോയി എടുത്തോണ്ട് വന്നത്. ഒരു കൊച്ചുകുട്ടിയെ സഹായിക്കാൻ വേണ്ടിയല്ലേ നീ ആ ലോട്ടറി ടിക്കറ്റ് എടുത്ത അഭി? അത് പാഴായിപ്പോയില്ല. ഇപ്പൊ നമ്മുടെ ഉണ്ണിയെ കൊണ്ട് അത് ഉപകാരപ്പെട്ടു. നിന്റെ കഷ്ടപ്പാടൊക്കെ കണ്ട് ആ ദൈവം നിന്നെ പ്രസാദിച്ചിരിക്കുക. ചെന്ന് ആ പ്രസാദം വാങ്ങിക്കോ. അതെ ബി, ഇന്ന് തന്നെ നീ തിരികെ. ഇനി വെയിറ്റ് ചെയ്യണ്ട. ശരി ഏട്ടാ. ഞാനും ഏട്ടന്റെ കൂടെ വരാം ഏട്ടാ. അത് നീ പ്രത്യേകിച്ച് ചോദിക്കുന്ന എന്തിനാ? ഏട്ടന്റെ കൂടെ പോയിട്ട് വാ. ആരും കൂടെ പോണ്ട ആവശ്യമില്ല. അബി ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളൂ. ഞാനിപ്പോ തന്നെ ഇറങ്ങാം. പോയി കാശ് വാങ്ങിട്ട് വരാം. അബി ശ്രദ്ധിച്ചു പോണേ. ലോട്ടറി ടിക്കറ്റ് ചുരുട്ടി എറിഞ്ഞിരിക്കുന്നു. എടുത്തി. അയ്യോ ഏട്ടത്തി, ഏട്ടത്തിക്ക് എന്തു പറ്റി? അമ്മയ്ക്ക് നല്ല തലവേദനയാ ചെറിയമ്മേ. ഇവരെന്തിനാ വസുവിന്റെ റൂമിലേക്ക് പോകുന്നേ? എന്താന്ന്? എടുത്തിക്ക് തലവേദന എടുക്കാണെന്നോ? എന്താ കാർത്തിക ഇത്? നോക്കി നിൽക്കുന്ന പോയി കാല് തടവി കൊടുക്കച്ചല്ലേ. അമ്മയ്ക്ക് തലവേദനയാ ചെറിയച്ച, കാലുവേദനയല്ല. അത് വെപ്രാളത്തിൽ മാറിപ്പോയതാ മോനെ. വാ എടുത്തി, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. സാരമില്ല കിൽ,
കുറച്ച് കഴിയുമ്പോ മാറും. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഏട്ടത്തി. ചൂട് കാലമല്ലേ, ബോഡി ഡീഹൈഡ്രേറ്റ് ആയി തലവേദന വന്നു തോന്നുന്നു. ഞാൻ പോയി ജ്യൂസ് കൊണ്ടുവരാം. ജ്യൂസ് ഒന്നും വേണ്ട കാർത്തിക. അയ്യോ കുടിക്കേ എടുത്തി, ദേഹം മൊത്തം ഒന്ന് തണുക്കട്ടെ. എന്തിനാ അവളെ ബുദ്ധിമുട്ടിക്കുന്ന അഖിൽ? ഇതിൽ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? രാവിലെ എനിക്ക് ലൂസ് മോഷൻ ആയപ്പോ ഏട്ടത്തി എനിക്ക് വെള്ളം തന്നില്ലേ? ഒരു അമ്മയുടെ മക്കളല്ലെങ്കിലും നമ്മുടെ സഹോദരിമാരെ പോലെയല്ലേ? ഏട്ടത്തി ഇങ്ങനെ തലവേദന എടുത്ത് കിടക്കുമ്പോ ഞങ്ങൾക്ക് വിഷമം തോന്നില്ലേ? അതേ എടുത്തി, അമ്മ കഴിഞ്ഞ പിന്നെ അടുത്ത സ്ഥാനം എടുത്തിക്കാ. എടുത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഉണ്ണിയേക്കാളും വലിയ സങ്കടമാവും എടുത്തി എനിക്ക്. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ എടുത്തി കഷ്ടപ്പെടാൻ പാടില്ല. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എടുത്തിക്ക് ഞങ്ങളുണ്ട്. ജസ്റ്റ് അകലെന്ന് വിളിച്ചാൽ മാത്രം മതി, ഞാൻ ഓടിയെത്തും. എന്നെ കാർത്തികേന്ന് മുഴുവനായിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. കാ എന്ന് വിളിച്ചാലും മതി. റോക്കറ്റ് സ്പീഡിൽ ഞാനിങ്ങെത്തും. കാർത്തിക, അഖിൽ, എനിക്കൊന്നും വേണ്ട. നിങ്ങൾ രണ്ടാളും പോയി റെസ്റ്റ് എടുക്കുക. പാതി രാത്രിയായാലും പ്രശ്നമില്ല. ഏട്ടത്തി ഉറപ്പായിട്ട് ഞങ്ങളെ വിളിക്കണം. 24 hours എടുത്തിക്ക് വേണ്ടി ഞങ്ങൾ ഉറക്കം പോലും കളഞ്ഞു കൂട്ടിരിക്കും. ഒന്ന് നിന്നേ. എന്താ രണ്ടാളും നല്ല ഓവർ ആക്ടിങ് ആണല്ലോ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല ഉണ്ണി. ചെറിയച്ഛനും ചെറിയമ്മയും ഒരുപാട് മാറിയതായിട്ടാ തോന്നിയേ.